കുവൈത്തിൽ ഓഗസ്റ്റ് 1 മുതൽ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ല. ഇന്ന് വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നേരത്തെ എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് കുവൈത്ത് അംഗീകൃത വാക്സിൻ ഫൈനൽ ഡോസ് സ്വീകരിച്ചവർക്ക് അടുത്ത ഞായറാഴ്ച മുതലാണ് പ്രവേശനം അനുവദിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകാനായി കുവൈത്തിൽ നിന്നും മുനീർ അഹമ്മദ് ചേരുന്നുണ്ട്. മുനീർ, ഈ വിദേശികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ പ്രവേശനം ഉണ്ടാകുമെന്നൊരു തീരുമാനം നേരത്തെ തന്നെ വന്നതാണ്. പക്ഷേ ഇന്നാണ് അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് യാത്രാ മാനദണ്ഡം? നെയ്നു, കഴിഞ്ഞ ജൂൺ മാസത്തിൽ മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനത്തിന്റെ ഒരു സ്ഥിരീകരണമാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. അല്പം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രവാസികളെല്ലാം ആശങ്കയോടെ കാത്തിരുന്ന ഒരു തീരുമാനം ആശങ്കയോടെയായിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ പ്രവേശനം അനുവദിക്കും, വിദേശികൾക്കെല്ലാം പ്രവേശനം അനുവദിക്കുമെന്ന നേരത്തെ എടുത്ത തീരുമാനം ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യങ്ങൾ കാരണം ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക അവസാനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷന്റെ കോഴ്സ് പൂർത്തിയാക്കിയ കുവൈത്ത് അംഗീകരിച്ച 4 വാക്സിനുകളാണ് മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ, ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക, അതുപോലെ ഫൈസർ. ഈ 4 വാക്സിനുകളിൽ ഈ കോഴ്സ് പൂർത്തിയാക്കിയ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക്ക, അതുപോലെ ഫൈസർ, മൊഡേണയുടെ 2 ഡോസുകളും ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസും പൂർത്തിയാക്കിയ ആളുകൾക്ക് 72 മണിക്കൂർ യാത്രക്ക് 72 മണിക്കൂർ മുമ്പുള്ള PCR സർട്ടിഫിക്കറ്റ് സഹിതം കുവൈത്തിലേക്ക് യാത്ര ചെയ്യാം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുവൈത്തിൽ അതോടൊപ്പം തന്നെ മതിയായ താമസരേഖയുള്ള ആളുകളുമായിരിക്കണം. ഇവർ കുവൈത്തിൽ എത്തിയതിനു ശേഷം എയർപോർട്ടിൽ വെച്ച് PCR പരിശോധന നടത്തണം. അതിനുശേഷം 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഉണ്ടാകും. ഈ 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഇടയിൽ 3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും PCR പരിശോധന നടത്തി കോവിഡ് ഇല്ല എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാമെന്നും ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട്. നമുക്കറിയാം, നിരവധി മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ സ്വന്തം നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ആരോഗ്യ മന്ത്രാലയം വിദേശ രാജ്യങ്ങളിൽ വാക്സിൻ സ്വീകരിച്ച ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതായത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ വിദേശ രാജ്യങ്ങളിലെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ ആരോഗ്യ മന്ത്രാലയത്തിലെ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ച ശേഷം മാത്രമാണ് ഈ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തന്നെ ഇമ്മ്യൂൺ ആപ്പിൽ ഇവർക്ക് വാക്സിനേറ്റഡ് സ്റ്റാറ്റസ് ലഭ്യമാവുകയുള്ളൂ. ഈ തരത്തിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇങ്ങനെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇവർക്കൊന്നും തന്നെ ഇതുവരെ അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അനിശ്ചിതത്വമോ അല്ലെങ്കിൽ മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ പ്രവാസികൾ മുന്നിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് ശേഷം, മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് ശേഷം ടിക്കറ്റ് എടുത്താൽ മതിയെന്ന നിർദ്ദേശമൊക്കെ ഇന്ത്യൻ എംബസി നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു തീരുമാനം എത്രത്തോളം ആശ്വാസകരമാണ്? ഇപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം നേരത്തെ ഇന്ത്യൻ അംബാസിഡർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗികമായ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുണ്ടാകാതെ ടിക്കറ്റ് എടുക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് മുതിരേണ്ടതില്ല എന്ന് നിർദ്ദേശിച്ചിരുന്നു. ആ ഒരു അവ്യക്തത, അതായത് ഏതൊക്കെ, നമുക്കറിയാം കുവൈത്ത് വിമാനത്താവളത്തിലെ ഇപ്പോഴത്തെ യാത്രക്കാരുടെ പരിധി എന്ന് പറഞ്ഞാൽ പ്രതിദിനം 5000 യാത്രക്കാർ എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശികൾക്ക് 1-ാം തീയതി മുതൽ, അടുത്ത ഞായറാഴ്ച മുതൽ പ്രവേശനം അനുവദിക്കും എന്ന് മന്ത്രിസഭ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലായിരിക്കും ആളുകളെ പ്രവേശിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്ത്യക്ക് പുറമെ പല രാജ്യങ്ങളിലും പ്രവാസികൾ താമസിക്കുന്നുണ്ട്. പല ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ കുവൈത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇവരെല്ലാം ഒന്നിച്ച് രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കുക നിലവിലെ ഒരു സാഹചര്യത്തിൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇക്കാര്യത്തിൽ നിശ്ചയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ കഴിയും. DGCA ഇത് സംബന്ധിച്ച വ്യക്തമായ സർക്കുലർ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ സാധൂകരണം അല്ലെങ്കിൽ അതിന്റെ ഒരു അംഗീകാരവും ലഭിക്കേണ്ടതുണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴും ഇന്ന് ഏറ്റവും ഒടുവിലായി വന്ന കണക്കനുസരിച്ച് 18,000-ഓളം സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. മലയാളികളായ പല ആളുകൾക്കും ഇപ്പോഴും അതിനുള്ള ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല. ഇനിയും അവ്യക്തത തുടരുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? കാരണം മന്ത്രിസഭാ യോഗം ഇതിലൊരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. പക്ഷേ മാനദണ്ഡങ്ങൾ കാരണം, പ്രോട്ടോകോളിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു
മാനദണ്ഡം ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. അതൊരു അവ്യക്തത ഉണ്ടാക്കുന്നുണ്ട്, ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഈ വിദേശികളുടെ ഒരു വരവ് ഇപ്പോൾ തന്നെ പറഞ്ഞു, ഈ കുവൈത്ത് വിമാനത്താവളത്തിൽ ഒരു ആളുകളുടെ പരിധിയുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശികളുടെ നേരിട്ട് തന്നെ ആയിരിക്കുമോ അവർക്ക് പ്രവേശനം അനുവദിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തങ്ങിയ ശേഷം ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുകയായിരിക്കുമോ? ഈ കാര്യത്തിലൊക്കെ എപ്പോഴൊരു അന്തിമ തീരുമാനം ഉണ്ടാകും, ഒരു ഉത്തരവ് എപ്പോൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? നൈനു, ഇപ്പോഴുള്ള മന്ത്രിസഭാ തീരുമാനപ്രകാരം നേരിട്ട് തന്നെ, അതായത് കുവൈത്തിൽ സാധുവായ എഖാമയുള്ള, കുവൈത്തിൽ മതിയായ താമസാനുമതിയുള്ള എല്ലാ വിദേശികൾക്കും ഓഗസ്റ്റ് 1 മുതൽ പ്രവേശനം അനുവദിക്കുമെന്നാണ് സാങ്കേതികമായി മന്ത്രിസഭ അറിയിച്ചിരിക്കുന്നത്. ഇവർക്ക് മന്ത്രിസഭ നിശ്ചയിച്ച നിബന്ധനകൾ, അതായത് കോവിഡ് വാക്സിനേഷൻ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കണം, 72 മണിക്കൂർ PCR 70 മണിക്കൂറിനുള്ളിൽ ചെയ്ത PCR പരിശോധനയുടെ ഫലം ഉണ്ടായിരിക്കണം, അതോടൊപ്പം തന്നെ കുവൈത്തിലെത്തിയാൽ ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കണം തുടങ്ങിയ നിബന്ധനകൾ പ്രകാരം, ഈ ഒരു നിബന്ധന പ്രകാരം രാജ്യത്തേക്ക് വരുന്നതിന്, നേരിട്ട് യാത്ര ചെയ്യുന്നതിന് തടസ്സമുണ്ടാകില്ല. എന്നാൽ ഈ ഒരു യാത്ര തന്നെ എങ്ങനെ സാധ്യമാക്കും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് വകുപ്പുകളുടെ കൂടെ ഉത്തരവുകളെയും സർക്കുലറുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. നമുക്കറിയാം, വിമാന ടിക്കറ്റ് ബുക്കിംഗ് പോലും നേരത്തെ ആരംഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതിലൊരു അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് പല വിമാന കമ്പനികളും ടിക്കറ്റ് ബുക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു മന്ത്രിസഭാ തീരുമാനം വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കും കുവൈത്തിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നായിരിക്കും ആദ്യം യാത്രക്കാരെ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടത് സാങ്കേതികമായി ഉത്തരവ് എന്തായാലും ഇറങ്ങേണ്ടതുണ്ട്. അപ്പോഴേ എങ്ങനെയായിരിക്കും പ്രവേശനം, ഈ കോവിഡ് മാനദണ്ഡമൊക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അവ്യക്തത നീങ്ങുകയുള്ളൂ. എന്നാലും കുവൈത്തിൽ ഓഗസ്റ്റ് 1 മുതൽ വിദേശികൾക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ മന്ത്രിസഭ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. മുനീർ അഹമ്മദാണ് കുവൈത്തിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള യാത്രാ വിലക്ക് നീളുന്നു. ഈ പശ്ചാത്തലത്തിൽ UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അന്തിമ പ്രഖ്യാപനം വരുന്നതിന് മുന്നേ ടിക്കറ്റ് എടുക്കുന്നത് ഗുണകരമല്ല എന്നാണ് ട്രാവൽ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. വിമാന കമ്പനികളിൽ ടിക്കറ്റിനായി മുടക്കിയ പണം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. അതിനിടെ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് UAE-യുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ ഇത്തിഹാദ് എയർലൈൻസ് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ഓഗസ്റ്റ് 2 വരെ നീട്ടി. ദുബായിൽ നിന്നും MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. നാസർ, ഈ യാത്രാ പ്രതിസന്ധി അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ ട്രാവൽ വിദഗ്ധർ പറയുന്നത് യാത്രാ ടിക്കറ്റുമായി ബന്ധപ്പെട്ട്? നൈനു, 3 മാസത്തിലേറെയായി തുടരുന്ന ഈ യാത്രാ വിലക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആയിരങ്ങൾ നാട്ടിൽ കാത്തുകെട്ടി കിടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകാവുന്ന വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയും UAE-യുടെ ഭാഗത്തു നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഓഗസ്റ്റ് ആദ്യ ദിവസത്തോടുകൂടി തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. കാരണം എമിറേറ്റ്സ് എയർലൈൻസ്, ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള എല്ലാ വിമാന കമ്പനികളും അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു നൽകിയത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഇത്തിഹാദിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 2 വരെ സർവീസ് ഏതായാലും ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ഓഗസ്റ്റ് 2 അല്ലെങ്കിൽ 3 കൂടിയെങ്കിലും സർവീസ് ആരംഭിക്കുമെന്ന ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ വിമാന കമ്പനികൾ തയ്യാറല്ല. UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇതിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. സ്ഥിതിഗതികൾ തങ്ങൾ വിലയിരുത്തി വരികയാണ്. ആ യുക്തമായിട്ടുള്ള ഒരു തീരുമാനം നിശ്ചിത സമയത്ത് തങ്ങൾ കൈക്കൊള്ളും എന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. UAE ദുരന്ത നിവാരണ സമിതിയും ഇന്ത്യയിലെ കോവിഡ് പശ്ചാത്തലവും ഓരോ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സസൂക്ഷ്മം തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ഒരു തീർപ്പിലെത്താൻ സാധ്യമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിലാണ്. കാരണം നേരത്തെ തന്നെ ഓഗസ്റ്റ് 1 മുതൽ സർവീസ് പുനരാരംഭിക്കുമെന്നതിലേക്ക് വിമാന കമ്പനികൾക്ക് വലിയ തോതിലുള്ള ടിക്കറ്റ് വിൽപ്പനയായിരുന്നു നടന്നത്. ഉയർന്ന വിലക്കാണ് ടിക്കറ്റുകൾ പലതും വിറ്റുപോയത് പല കമ്പനികളും. പക്ഷേ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഏറ്റവും നല്ലത് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് ടിക്കറ്റ് എടുക്കാതിരിക്കാനുള്ള ഒരു വിവേകവും യാഥാർത്ഥ്യബോധവും ആളുകൾ കാണിക്കണമെന്നാണ് സിവിൽ ഏവിയേഷന്റെ രംഗത്തുള്ള, അതോടൊപ്പം തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടവർ പോലും അറിയിക്കുന്നത്. പക്ഷേ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ തന്നെ നേരത്തെ പലതവണ ഈ സർവീസിന്റെ അനിശ്ചിതത്വം നിലനിന്ന ഘട്ടത്തിലുള്ളതുപോലെ തന്നെ ടിക്കറ്റുകൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു പ്രയാണത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഒരു പ്രതീക്ഷയുള്ളത് അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ മാത്രമല്ല, എത്യോപ്യ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൂടെയും UAE-യിലേക്ക് നിരവധി പേർ വന്നെത്തുന്നുണ്ട്.
നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതീക്ഷ നൽകിയിരിക്കുന്നത് ഖത്തറാണ്. ഖത്തർ വിസ ഓൺ അറൈവൽ നടപ്പാക്കിയതോടുകൂടി ഏതായാലും ഏറ്റവും എളുപ്പത്തിൽ UAE-യിലേക്ക് അവിടെ നിന്ന് എത്തിപ്പെടാൻ സാധിക്കും എന്ന അർത്ഥത്തിൽ പിന്നെ ഖത്തറിലേക്കുള്ള യാത്രാ ബുക്കിംഗ് നടത്തി നിരവധി മലയാളികൾ അങ്ങോട്ട് പിന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ കുവൈത്തിന്റെ ഈ നിയന്ത്രണം പിൻവലിക്കുന്ന സാഹചര്യത്തിൽ UAE പ്രത്യേകിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അധികകാലം ഈ വിലക്ക് നീട്ടില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടിൽ കുടുങ്ങിയിരിക്കുന്ന ഓഗസ്റ്റ് 2 വരെ ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണല്ലോ. ജൂലൈ 31 ഈ വിലക്ക് അവസാനിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ വീണ്ടും ഈ ഒരു പ്രതിസന്ധി വീണ്ടും ഓഗസ്റ്റ് 2 വരെ നീട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേർ ഈ യാത്രാ ടിക്കറ്റൊക്കെ എടുത്തവരൊക്കെ ഉണ്ടാകില്ലേ? അവർക്കൊക്കെ എത്രത്തോളം പ്രതിസന്ധിയാകും? അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും ഇനി ഒരു തീരുമാനം ഉണ്ടാവുക? തീർച്ചയായിട്ടും അതിന് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് രൂപപ്പെടുന്നത്. കാരണം വിസ കാലാവധി തീർന്ന് മാസങ്ങളായിട്ട് തന്നെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ പോലും കാരണം നാട്ടിൽ ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും എപ്പോൾ തങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പും ആർക്കും നൽകാൻ ഒരു വിമാന കമ്പനി പോലും ഇന്ന് ഇത്തിഹാദ് പറഞ്ഞിരിക്കുന്നത് എത്ര കാലം ഇത് നീണ്ടു നിൽക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ തങ്ങൾക്ക് പറയാൻ സാധ്യമല്ല എന്ന ഒരു പ്രതികരണമാണ് യാത്രക്കാരന് നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാകുന്നത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ദുരന്ത നിവാരണ സമിതിയുമാണ് ഇതിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത് എപ്പോൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. നേരത്തെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ ചെറിയ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അംബാസഡർമാർ അതാത് പിന്നെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അവർക്കും കിട്ടിയ മറുപടി അധികം ഈ യാത്രാവിലക്ക് നീളില്ല, ഓഗസ്റ്റോടുകൂടി തന്നെ ഓഗസ്റ്റ് ആദ്യവാരത്തോടു കൂടി തന്നെ ഈ വിലക്ക് നീങ്ങും എന്നൊരു പ്രതീക്ഷയാണ് അവർക്കും പിന്നെ UAE ഭരണകൂടം നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു തീരുമാനം എന്നത് എപ്പോൾ ഉണ്ടാകുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അതേ സാഹചര്യം തന്നെയാണ് തുടരുന്നത്. ബദൽ ഇടത്താവളങ്ങളിലൂടെയുള്ള യാത്ര വലിയ തോതിൽ പിന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇന്ത്യയിൽ നിന്നും UAE-യിലേക്കുള്ള യാത്രാ വിലക്ക് നീളുകയാണ്. ഓഗസ്റ്റ് 2 വരെ ഇത്തിഹാദ് എയർലൈൻസ് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് നീട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏത് രീതിയിൽ എന്നുണ്ടാകും ഒരു അന്തിമ പ്രഖ്യാപനം, ഈ യാത്രാവിലക്ക് എന്ന് വരെ തുടരുമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായ പശ്ചാത്തലത്തിൽ അതിനുശേഷം മതി ടിക്കറ്റ് ബുക്കിംഗ് എന്നാണ് ട്രാവൽ വിദഗ്ധരൊക്കെ പറയുന്നത്. വിവരങ്ങളാണ് MC നാസർ ദുബായിൽ നിന്നും നൽകിയത്. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്താൻ ഒരുങ്ങി എയർ ഇന്ത്യ. ഓഗസ്റ്റ് 1 മുതൽ കൊച്ചി ഉൾപ്പെടെ 3 ഇടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ അധിക സർവീസുകൾ നടത്തുക. PC സൈഫുദ്ദീൻ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഖത്തറിൽ നിന്നും. സൈഫുദ്ദീൻ, എവിടേക്കൊക്കെ എന്നു മുതൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കും? എത്ര സർവീസുകളാണ് ആരംഭിക്കുന്നത്? നയനു, ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ഖത്തർ വഴി മറ്റിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വലിയ സന്തോഷവും ആശ്വാസവും പകരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കാണുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഖത്തറിനും ഇന്ത്യക്കുമിടയിലെ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള വിവരമാണ് വെബ്സൈറ്റിൽ കാണുന്നത്. പ്രത്യേകിച്ചും 3 ഇടങ്ങളിലേക്ക് 3 ഡെസ്റ്റിനേഷനുകളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തുന്നു എന്നാണ് വെബ്സൈറ്റിൽ കാണുന്നത്. അത് മുംബൈ, ഹൈദരാബാദ്, ഒപ്പം തന്നെ കൊച്ചി എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നു എന്നതാണ്. അതിൽ കാര്യമായി പറയുകയാണെങ്കിൽ ദോഹയ്ക്കും കൊച്ചിക്കും ഇടയിൽ ട്യൂസ്ഡേ, ഒപ്പം തന്നെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും 2 സർവീസുകൾ കൂടി വരുന്നു. അതായത് ദോഹയിൽ നിന്നും കൊച്ചിയിലേക്ക് ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും കൂടുതൽ സർവീസുകൾ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് തിരിച്ച് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അധിക സർവീസുകൾ വരുന്നു എന്നതാണ് വെബ്സൈറ്റിൽ കാണുന്നത്. ഒപ്പം ദോഹ ഹൈദരാബാദ് സർവീസുകൾ ഞായറാഴ്ചയും ഒപ്പം ബുധനാഴ്ചയും തിരിച്ച് അതേ ദിവസം തന്നെ തിരിച്ചുമുള്ള സർവീസുകളാണ് കാണുന്നത്. ഒപ്പം മുംബൈ ടു ദോഹയാണെങ്കിൽ ബുധനാഴ്ച ഒപ്പം തന്നെ വെള്ളിയാഴ്ച, ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ദോഹ മുംബൈ സർവീസുകൾ ഉള്ളത്. ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ മുംബൈയിലേക്ക് സർവീസുകൾ തുടങ്ങുന്നു എന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. കൊച്ചിയിലേക്ക് പക്ഷേ ആഴ്ചയിൽ 2 അധിക സർവീസുകളാണ് നടത്തുന്നത്. നിലവിൽ ഇന്ത്യ ഖത്തർ എയർ ബബിൾ ധാരണ അനുസരിച്ചുള്ള സർവീസുകളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നത്. ആഴ്ചയിൽ നിശ്ചിത സർവീസ്, വളരെ ചുരുങ്ങിയ സർവീസുകൾ മാത്രമാണ്
കേരളത്തിലെ വിവിധ ഇടങ്ങളിലേക്ക്, അതായത് തിരുവനന്തപുരം, കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ എന്നീ 4 ഡെസ്റ്റിനേഷനുകളിലേക്കും നിലവിൽ ദോഹയിൽ നിന്ന് സർവീസുകളുണ്ട്. പക്ഷെ പരിമിതമായ സർവീസുകളെ ഉള്ളൂ. അതിന് അധികമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് 2 സർവീസുകൾ കൂടി അധികരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ മൂന്ന് ഇടങ്ങളിലേക്കുമുള്ള അധിക സർവീസുകൾ ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും എന്നും പറയുന്നു. 450 റിയാൽ മുതലായിരിക്കും ടിക്കറ്റ് ഫെയർ എന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ ഖത്തർ വഴി മറ്റിടങ്ങളിലേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സർവീസുകൾ വരുന്ന ഏതായാലും ആശ്വാസകരവും പ്രതീക്ഷയെ പകരുന്നതുമാണ്. ശരി, പി സി സൈഫുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കൂടുതൽ സർവീസുകൾ എയർ ഇന്ത്യ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് 1 മുതലാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. വിവരങ്ങളാണ് നൽകിയത് പി സി സൈഫുദ്ദീൻ. ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്ന പ്രത്യേക ഡിജിറ്റൽ ഗൈഡ് പുറത്തിറക്കി. ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസ് ഒരുക്കിയ ഗൈഡ് വഴി ഖത്തർ യാത്രയ്ക്കുള്ള നിയമാവലികളും ഇളവുകളും എളുപ്പത്തിൽ മനസ്സിലാക്കാം. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വിവിധ രാജ്യക്കാർക്ക് വ്യത്യസ്ത നിബന്ധനകളാണുള്ളത്. നടപടിക്രമങ്ങളും ഇളവുകളും സംബന്ധിച്ച ആശയക്കുഴപ്പവും സംശയങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാരെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഖത്തർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസ് പുതിയ ഇന്ററാക്റ്റീവ് ഗൈഡ് പുറത്തിറക്കിയത്. www.gco.gov.qa/en/travel എന്ന ലിങ്ക് വഴി ഗൈഡിലേക്ക് പ്രവേശിക്കാം. തുടക്കത്തിൽ കാണുന്ന 6 ചോദ്യങ്ങൾക്ക് യാത്രക്കാരൻ ഉത്തരം നൽകണം. പുറപ്പെടുന്ന രാജ്യം, കോവിഡ് സ്റ്റാറ്റസ്, കൂടെ കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടോ, സന്ദർശിച്ച രാജ്യങ്ങൾ എന്നിങ്ങനെ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം യാത്രയ്ക്കാവശ്യമായ നിബന്ധനകളും ഇളവുകളും നടപടിക്രമങ്ങളും അടങ്ങുന്ന ഗൈഡ് ലഭിക്കും. വാക്സിനേഷൻ, ക്വാറന്റൈൻ, കോവിഡ് ടെസ്റ്റുകൾ തുടങ്ങി യാത്രയിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം ഗൈഡിൽ പ്രതിപാദിക്കുന്നുണ്ട്. മീഡിയ 1 ദോഹ. ഓഗസ്റ്റ് 1 മുതൽ സൗദിയിൽ പുറത്തിറങ്ങുന്നതിന് തവക്കൽനയിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാക്കും. പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കുന്നതിനും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിനും ആപ്ലിക്കേഷനിലെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് നിർബന്ധമാണ്. സൗദിയിൽ എത്തിയിട്ടും നാട്ടിൽ നിന്നും വാക്സിൻ സ്വീകരിച്ചത് തവക്കൽനയിൽ അപ്ഡേറ്റ് ആവാത്തത് പ്രവാസികളെ നിബന്ധന പ്രതിസന്ധിയിലാക്കും. സൗദിയിൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് പ്രതിരോധശേഷി ആർജിച്ചിരുന്ന സ്റ്റാറ്റസ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് പ്രാബല്യത്തിലാകുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ആഗസ്റ്റ് 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിയമം പ്രാബല്യത്തിലാകുന്നതോടെ പൊതുയിടങ്ങളിൽ സഞ്ചരിക്കുന്നതിനും മാളുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിനും തവക്കൽനയിലെ സ്റ്റാറ്റസ് നിർബന്ധമാകും. വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന തവക്കൽനയിൽ കടും പച്ച നിറത്തിലുള്ള ഇമ്മ്യൂൺ സ്റ്റാറ്റസ് മാത്രമായിരിക്കും പ്രവേശനത്തിനുള്ള ഏക മാനദണ്ഡം. 2 ഡോസ് വാക്സിനും പൂർത്തിയാക്കിയവർ, 1 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 6 മാസം പിന്നിടാത്തവർ, കോവിഡ് ബാധിച്ച് രോഗം ഭേദമായി 6 മാസം പിന്നിടാത്തവർ എന്നിവർക്കാണ് ആപ്ലിക്കേഷനിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കുക. എന്നാൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെ രാജ്യത്തിന് പുറത്തുനിന്ന് വാക്സിൻ സ്വീകരിച്ച് സൗദിയിലെത്തുകയും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് തവക്കൽനയിൽ അപ്ഡേറ്റ് ആവാത്തതുമായ പ്രവാസികൾക്ക് നിബന്ധന പ്രയാസം സൃഷ്ടിക്കും. ഇത്തരക്കാർക്ക് വാക്സിൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. നൌഷാദ് അരിക്കൂർ, മീഡിയ 1, ദമാം. യുഎഇയിൽ കോവിഡ് ബാധിച്ച് 7 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണം 1927 1549 പേർക്കാണ് യുഎഇയിൽ പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 1510 പേർ രോഗമുക്തരാവുകയും ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ 178 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. 107 പേർക്ക് സമ്പർക്കം വഴി രോഗം പകർന്നപ്പോൾ 71 പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ്. പുതിയ കോവിഡ് മരണമൊന്നും ഖത്തറിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഒമാനിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 18 പേരാണ് മരിച്ചത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 3771 572 പേരാണ് ഇന്ന് രോഗബാധിതരായത്. 723 പേർ സുഖം പ്രാപിക്കുകയും ചെയ്തു. 14,272 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിതരായി നിലവിലുള്ളത്. അതിൽ 723 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൗദിയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 5 ലക്ഷം കടന്നു. രാജ്യത്ത് ഇതുവരെ രോഗം ബാധിച്ചവരിൽ 96.35% പേരും സുഖം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് 1252 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 17 മാസത്തിനിടെ രാജ്യത്ത് 5,19,395 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 5,428 പേർക്കും ഭേദമായി. 8,179 പേർ മരിക്കുകയും ചെയ്തു. ശേഷിക്കുന്നവരിൽ 10,788 പേർ നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതുവരെ 1 ലക്ഷത്തോളം പേർക്ക് റിയാദിൽ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചു. എന്നാൽ അതിൽ 97,111 പേർക്കും ഭേദമായിട്ടുണ്ട്. ജിദ്ദയിൽ 51,128 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ
49,014 പേർക്കാണ് ഭേദമായത്. മക്കയിൽ 44,538 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും അതിൽ 42,928 പേർക്ക് ഭേദമായതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മദീനയിൽ ഇതുവരെ 25,203 കോവിഡ് കേസുകളും 24,641 രോഗമുക്തിയുമാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റു നഗരങ്ങളിലെല്ലാം 25,000 താഴെയാണ് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,252 പുതിയ കേസുകളും 1,299 രോഗമുക്തിയും 12 മരണവും സ്ഥിരീകരിച്ചു. മക്ക മേഖലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,84,43,798 പേർ ഇതുവരെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. 64,04,186 പേർ 2 ഡോസുകളും സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ് എന്നിവയ്ക്ക് രാത്രി 11 മണിവരെ പ്രവർത്തിക്കാൻ അനുമതി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചത്. രാജ്യത്തെ കോവിഡ് വ്യാപനം കുറഞ്ഞതായി വാണിജ്യ മന്ത്രിസഭായോഗം വിലയിരുത്തി. രാത്രി 8 മണിവരെയായിരുന്നു മാളുകളും ഭക്ഷണശാലകളും പ്രവർത്തിച്ചിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ വെച്ച് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ പുരോഗമിക്കുന്നു. ഇതുവരെ 18,000 സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം നൽകിയതായി ആരോഗ്യ മന്ത്രാലയത്തിലെ സാങ്കേതിക സമിതി അറിയിച്ചു. കുവൈത്തിന് പുറത്തുവച്ച് വാക്സിൻ എടുത്ത 73,000 പേരാണ് ഇതുവരെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 18,000 പേരുടെ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിച്ചു. 10,000-ഓളം സർട്ടിഫിക്കറ്റുകൾ മതിയായ ഡാറ്റയുടെ അഭാവത്തിൽ തള്ളിക്കളഞ്ഞതായാണ് വിവരം. അപൂർണമായ വിവരങ്ങൾ, QR കോഡ് ഇല്ലാതിരിക്കൽ തുടങ്ങിയവയാണ് സർട്ടിഫിക്കറ്റുകൾ തള്ളിക്കളയാനുള്ള പ്രധാന കാരണം. വാക്സിൻ സർട്ടിഫിക്കറ്റ് സാങ്കേതിക സമിതി അംഗീകരിച്ചാൽ മാത്രമാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഇമ്മ്യൂൺ ആപ്പിൽ വാക്സിനേറ്റഡ് സ്റ്റാറ്റസ് ലഭിക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത പലർക്കും ഇതുവരെ മറുപടിയൊന്നും ലഭിക്കാത്തതിനാൽ നാട്ടിലുള്ള പ്രവാസികൾ ആശങ്കയിലാണ്. ഓഗസ്റ്റ് 1 മുതൽ വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മന്ത്രിസഭ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റിന് അംഗീകാരം ലഭിക്കാത്തതുമൂലം മടക്കയാത്ര മുടങ്ങുമോ എന്നാണ് പലരുടെയും ആശങ്ക. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഉഭയകക്ഷി ബന്ധവും സഹകരണവും ശക്തമാക്കാൻ ഖത്തറും ഇറാനും തമ്മിൽ ധാരണ. ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽത്താനിയും ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. തെഹ്റാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ മേഖലയിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വിഷയങ്ങളും ഉഭയകക്ഷി സഹകരണവും ചർച്ച ചെയ്തതായി ഖത്തർ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കുവാൻ സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കങ്ങൾ ആരംഭിച്ചു. 500ഓളം ഉംറ സർവീസ് സ്ഥാപനങ്ങളും 6,000-ലധികം ഏജൻസികളും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനായി പ്രവർത്തിക്കും. ഇന്ത്യ ഉൾപ്പെടെ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉംറ തീർത്ഥാടനം ഏറെ ദുഷ്കരമാകും. ആഭ്യന്തര ഉംറ തീർത്ഥാടനം പുനരാരംഭിച്ചതിന് പിറകെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരെയും സ്വീകരിക്കുന്നതിന് സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കങ്ങൾ ആരംഭിച്ചു. മുഹറം 1 അഥവാ ഓഗസ്റ്റ് 9 മുതലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഉംറ തീർത്ഥാടനം പുനരാരംഭിക്കുക. 500ഓളം ഉംറ സർവീസ് സ്ഥാപനങ്ങളും 6,000-ലധികം ഉംറ ഏജൻസികളും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ദേശീയ ഹജ്ജ് ഉംറ കമ്മിറ്റി അംഗം ഹാനി അലി അൽ അമീരി പറഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉംറക്കെത്താൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നും സൌദി അംഗീകരിച്ചിട്ടുള്ള കോവിഡ് വാക്സിന്റെ മുഴുവൻ ഡോസും എടുത്തിരിക്കണമെന്നും നിബന്ധനയുണ്ട്. തീർത്ഥാടകരുടെ വിമാനയാത്ര, താമസം, സൌദിയിലെത്തിയ ശേഷമുള്ള യാത്ര, ഭക്ഷണം, ചികിത്സ തുടങ്ങി എല്ലാ സേവനങ്ങളും ഉൾപ്പെടുന്ന പാക്കേജുകൾ ലഭ്യമാണ്. ഹജ്ജ് ഉംറ മന്ത്രാലയം അംഗീകരിച്ച പ്ലാറ്റ്ഫോമുകൾ വഴി പാക്കേജുകൾ ബുക്ക് ചെയ്യുവാനും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ പണമടക്കുവാനും സാധിക്കും. ഇതിന് സഹായകരമായ 30ഓളം വെബ്സൈറ്റുകളും മറ്റു പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം സൌദിയിലേക്ക് നിലവിൽ യാത്രാവിലക്കുള്ള ഇന്ത്യയുൾപ്പെടെ 9 രാജ്യങ്ങളിൽ നിന്ന് ഉംറക്ക് വരിക എന്നത് വളരെ പണച്ചിലവേറിയതും ദുഷ്കരവുമായിരിക്കും. ഇവർക്ക് സൌദി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്ത മറ്റൊരു രാജ്യത്ത് 14 ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രമേ സൌദിയിലേക്ക് പ്രവേശിക്കാനാകൂ. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. യുഎഇയിലെ ഇന്ത്യൻ പ്രവാസികളെ ശ്രദ്ധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് പുറത്തിറക്കി. അനുവദനീയമായതും അല്ലാത്തതുമായ കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം പരാമർശിക്കുന്നത്. പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രമാണ് 17 നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. സാധാരണ പ്രവാസികളെ സഹായിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ സംരംഭമാണ് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രം. പ്രവാസികൾ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ മുൻനിർത്തിയും യുഎഇയിലെ ജീവിതം മികച്ചതാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് വിധിവിലക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. യുഎഇയിലെ തൊഴിൽ നിയമത്തെക്കുറിച്ച അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് മാർഗരേഖ നിർദ്ദേശിക്കുന്നു. അടിയന്തര സ്വഭാവത്തിലുള്ള ടെലിഫോൺ നമ്പറുകൾ എല്ലാവരുടെ പക്കലും ഉണ്ടായിരിക്കണം. തൊഴിലിടങ്ങളിലെ മാനസിക, ശാരീരിക പീഡനങ്ങൾ കൃത്യസമയത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കണം.
ജോലിയുമായി ബന്ധപ്പെട്ട പരാതികൾ തൊഴിൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മന്ത്രാലയത്തെ അറിയിക്കണം. പണം സ്വീകരിക്കാനും അയക്കാനും നിയമപരമായ സംവിധാനങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തണമെന്നും ജോലിയുടെ തുടക്കം മുതൽ പെൻഷൻ പദ്ധതിയിൽ ഭാഗമായി മാറണമെന്നും മാർഗരേഖ പ്രവാസികളോട് നിർദ്ദേശിക്കുന്നു. തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്താനും പ്രവാസികൾക്ക് സാധിക്കണം. സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ മാന്യവും നിയമാനുസൃതവുമായിരിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ മതപരമായ കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. നിയന്ത്രണമുള്ള സ്ഥലങ്ങളിൽ ഫോട്ടോ എടുക്കരുതെന്നും വ്യക്തികളുടെ ഫോട്ടോ അവരുടെ അനുവാദം കൂടാതെ പോസ്റ്റ് ചെയ്യരുതെന്നും മാർഗരേഖ നിർദ്ദേശിക്കുന്നു. മീഡിയ 1 ദുബൈ. ഒമാനിൽ വാണിജ്യ സ്ഥാപനങ്ങൾ അടുത്ത വർഷം മുതൽ ക്യാഷ്ലെസ് ആകും. മാളുകളിലും റെസ്റ്റോറന്റുകളിലും ഉപഭോക്താക്കൾക്കായി ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം ഒരുക്കും. 2022 ജനുവരി 1 മുതൽ നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് വ്യവസായ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നിർദ്ദേശിച്ചു. പണത്തിന്റെ സർക്കുലേഷൻ കുറയ്ക്കുന്നതിനൊപ്പം ഒമാൻ വിഷൻ 2040ന്റെ ഭാഗമായി സമഗ്ര ഡിജിറ്റൽ സമൂഹമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. ഈ പേയ്മെന്റ് സംവിധാനം ഒരുക്കാനായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളുമായി ചേർന്ന് വ്യാപാരികൾക്ക് POS മെഷീനുകൾ ഇൻസ്റ്റലേഷൻ ഫീസും പ്രതിമാസ ഫീസോ അല്ലെങ്കിൽ വാർഷിക ഫീസോ ഇല്ലാതെ ലഭ്യമാക്കും. സെൻട്രൽ ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള മെർച്ചന്റ് ഫീസ് മാത്രം നൽകിയാൽ മതിയാകും. മീഡിയ 1 മസ്കത്ത്. അബുദാബിയിലെ വെയർഹൌസിൽ അഗ്നിബാധ. മുസഫ വ്യവസായ മേഖലയിൽ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിലായിരുന്നു അഗ്നിബാധയുണ്ടായത്. ആളപായമില്ല. ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വിഭാഗമാണ് തീയണച്ചത്. കോവിഡ് ബാധിച്ച് ഒമാനിലെ സലാലയിൽ 2 മലയാളികൾ മരിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി കൊട്ടാരത്തിൽ റയീസ്, കൊല്ലം ഉമയനെല്ലൂർ പേരായം സ്വദേശി പുത്തൻവിള വീട്ടിൽ രതീഷ് രാജേന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. റയീസ് ടെലി സെനായിയയിലാണ് ജോലി ചെയ്തിരുന്നത്. രതീഷ് രാജേന്ദ്രൻ സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം സലാലയിൽ സംസ്കരിക്കും. കുവൈത്തിൽ കോവിഡ് ചികിത്സയിലായിരുന്ന 2 മലയാളികൾ കൂടി മരിച്ചു. പ്രമുഖ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറും കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശിയുമായ അൻവർ സാദത്ത് അൻസ്, പത്തനംതിട്ട തണ്ണിത്തോട് സ്വദേശിനി അമ്പിളി സന്തോഷ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും അമീരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അൻവർ സാദത്ത് കോവിഡ് മുക്തനായിരുന്നതിനാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ KMCCയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. UAEയിലെ അലൈനിൽ സ്വന്തം കുടുംബത്തിലെ 3 പേരെ യുവാവ് വെടിവെച്ചു കൊന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. നിത്യജീവിതത്തിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് മറ്റൊരു ഹെപ്പറ്റൈറ്റിസ് ദിനം കൂടിയെത്തുന്നു. മലിനമായ കുടിവെള്ളത്തിലൂടെയും സുരക്ഷിതമല്ലാത്ത ഭക്ഷണ രീതികളും വഴി പകരുന്ന മഞ്ഞപ്പിത്തം ക്യാൻസറിനും ലിവർ സിറോസിസിനും കാരണമാകുന്നു. വൈറസ് ബാധ മൂലം കരളിനുണ്ടാകുന്ന വിവിധതരം രോഗാവസ്ഥകളാണ് ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം. കരളിലെ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള പ്രത്യേക വൈറസുകളാണ് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഭക്ഷ്യവസ്തുക്കളിലൂടെയും കുടിവെള്ളത്തിലൂടെയുമാണ് ഇത്തരം വൈറസുകൾ ശരീരത്തിനുള്ളിലെത്തുന്നത്. അണുബാധ കാരണമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും 5 തരത്തിലാണ് കണ്ടുവരുന്നത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E. ഇവയിൽ A, E എന്നിവ മലിനമായ ജലത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുകയും 2 ആഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നവയുമാണ്. എന്നാൽ B, C എന്നിവ രക്തസ്രവത്തിലൂടെ ശരീരത്തിലെത്തുകയും ദീർഘകാലം ഒരു അസുഖങ്ങളും കാണിക്കാതെ പിന്നീട് അത് മൂർജിച്ച് ദീർഘകാല കരളസുഖത്തിലേക്കും കരൾ ക്യാൻസറിന് വരെ കാരണമാവുന്നവയുമാണ്. ഭൂരിപക്ഷം പേരിലും രോഗനിർണയമോ ചികിത്സയോ നടക്കാത്തത് കാരണം ലിവർ ക്യാൻസർ, ലിവർ സിറോസിസ് എന്നിവയായി പരിണമിക്കാനും കരളിന്റെ പ്രവർത്തനം നിലച്ച് മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. രോഗമുള്ള അമ്മയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞിലേക്കും രോഗം പകരുന്നു. 2030ഓടെ ഹെപ്പറ്റൈറ്റിസ് അസുഖങ്ങളെ പാടെ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ലോകാരോഗ്യ സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങൾ. ഹെപ്പറ്റൈറ്റിസിന് കാത്തിരിക്കാനാകില്ല എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മീഡിയ 1 ദോഹ, കുവൈറ്റ് സിറ്റി. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകം പ്രമേയമാക്കി ഖത്തർ പ്രവാസി നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന് കാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ പ്രത്യേക പരാമർശം. തിരുവനന്തപുരം സ്വദേശി ഗോപകുമാർ നായർ നിർമ്മിച്ച് വിശ്വൻ സംവിധാനം ചെയ്ത ഡോഗ് ബ്രദേഴ്സാണ് കാൻ മേളയിൽ ഇന്ത്യയുടെ അഭിമാനമായത്. തള്ളക്ക് പായി ഭക്ഷണം കൊടുക്കും. പാവങ്ങള്
അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധു ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം ഇതിവൃത്തമാകുന്ന ഹ്രസ്വചിത്രം ഡോഗ് ബ്രദേഴ്സിന് ക്യാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലും ശ്രദ്ധേയ നേട്ടം. ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി രാജ്യത്തിന് അഭിമാന നേട്ടം സമ്മാനിച്ചപ്പോൾ ഏറെ ചാരിതാർത്ഥ്യത്തിലാണ് നിർമ്മാതാവും ഖത്തറിൽ പ്രവാസിയുമായ ഗോപകുമാർ നായർ. ഖത്തർ ടിവിയിൽ സീനിയർ ക്യാമറാമാനായി ജോലി ചെയ്യുന്ന ഗോപകുമാർ നായരുടെ ഗ്രേറ്റ് AV പ്രൊഡക്ഷൻസ് ആണ് ഷോർട്ട് ഫിലിം നിർമ്മിച്ചത്. ആദ്യം കിട്ടിയത് കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലാണ്. അത് കഴിഞ്ഞുകൊണ്ടാണ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ എൻട്രി കിട്ടുന്നു, ഒഫീഷ്യൽ എൻട്രി കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ക്യാൻസിൻ്റെ സമയമായി, അവരുടെ റിസൾട്ട് വന്നു, ഒഫീഷ്യൽ എൻട്രി അതും കിട്ടി. സെമി വന്നു, ഫൈനൽ വന്നു, ഹോണറബിൾ മെൻഷൻ അവാർഡ് കിട്ടി. എനിക്കത് സന്തോഷം അറിയിക്കാൻ വയ്യ. രണ്ട് സഹോദരങ്ങളും രണ്ട് നായ്ക്കുട്ടികളും തമ്മിലുള്ള സൗഹൃദത്തിലൂടെ കഥ പറയുന്ന 14 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ വിശ്വനാണ്. ബ്ലാക്ക് മാജിക് പോക്കറ്റ് 6Kയിലാണ് ചെയ്തിരിക്കുന്നത്. ഷൂട്ട് നടന്നിരിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ്, തിരുവല്ലാമല എന്ന് പറയും. ഈ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ചെയ്ത വിശ്വന്റെ വീടിന്റെ പരിസരങ്ങളാണ്. 5 ദിവസം എടുത്തു ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്യാനായിട്ട്. ആ നാട്ടിലുള്ളവരുടെ എല്ലാ സഹകരണം കൊണ്ടാണ് ആ ഫിലിം തീർക്കാൻ പറ്റിയത്. അവിടെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. തിരുവില്ലാമല ഗ്രാമത്തിലെ ഒരു സംഘം കുട്ടികളാണ് ചിത്രത്തിലെ മുഖ്യവേഷം ചെയ്തിരിക്കുന്നത്. കൂടാതെ ചലച്ചിത്ര താരം പ്രതാപൻ കേസും നാടൻ പാട്ട് കലാകാരി വസന്ത പഴയന്നൂരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. വിജേഷ് കെപ്പാറയാണ് ചിത്രത്തിന്റെ ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. നേരത്തെ ദൂരദർശനിലും പിന്നീട് കൈരളിയിലും ക്യാമറമാനായി ജോലി ചെയ്ത ഗോപകുമാർ 2004 ഖത്തർ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഖത്തർ ടിവിയിൽ ജോലി ആരംഭിച്ചത്. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ. കുവൈത്തിലെ പ്രവാസി സംഘടനാ പരിപാടികളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു തിങ്കളാഴ്ച അന്തരിച്ച ഫോട്ടോഗ്രാഫർ അൻവർ സാദത്ത്. എന്നും പുഞ്ചിരിയോടെ മാത്രം കാണാൻ കഴിയുന്ന ഈ കോഴിക്കോട്ടുകാരന്റെ വിയോഗ വാർത്ത ഞെട്ടലോടെയാണ് കുവൈത്തിലെ മലയാളി സമൂഹം ഉൾക്കൊണ്ടത്. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ സ്വയം അടയാളപ്പെടുത്തിയ ജീവിതമായിരുന്നു അൻവർ സാദത്തിന്റേത്. കലാസാംസ്കാരിക സാമൂഹ്യ സേവന മേഖലകളിലെ നിശബ്ദ സാന്നിധ്യമായിരുന്നു കോഴിക്കോട് ബിലാത്തിക്കുളം സ്വദേശിയായ അൻവർ. സൗമ്യമായ പെരുമാറ്റവും പുഞ്ചിരിയുമായിരുന്നു മുഖമുദ്ര. മലയാളികളുടെ ഒരു സൗമ്യനും അതുപോലെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമായിരുന്നു. എല്ലാ മലയാളികളുടെ ഒരു പരിപാടിയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അഗാധമായ ദുഃഖത്തിൽ KMCC പങ്കുചേരുകയാണ്. അമീരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഘട്ടത്തിലെല്ലാം പ്രിയ സുഹൃത്തിനെ ആരോഗ്യത്തോടെ തിരിച്ചു ലഭിക്കാനുള്ള പ്രാർത്ഥനയിലായിരുന്നു പ്രവാസി സമൂഹം. ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം. അല്പം മെച്ചപ്പെട്ടുവെന്ന് ഞായറാഴ്ച വിവരം ലഭിച്ചപ്പോൾ എല്ലാവരും ആശ്വസിച്ചു. എന്നാൽ തിങ്കളാഴ്ച ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായി. ഒടുവിൽ ഭാര്യയെയും 4 മക്കളെയും തനിച്ചാക്കി വിധിയുടെ തീർപ്പിന് കീഴടങ്ങി. അൻവർ സാദത്ത് കുവൈത്തിൽ അറിയപ്പെടുന്നത് അൻസ് എന്ന പേരിലാണ്. അദ്ദേഹം ചെയ്യുന്ന ജോലികളിലൊക്കെ എപ്പോഴും പ്രൊഫഷണലിസം കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. കുവൈത്തിലെ ഒട്ടുമിക്ക സംഘടനകളിലും അതുപോലെ തന്നെ പൊതു സമൂഹത്തിലും എപ്പോഴും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. അൻവർ സാദത്തിന്റെ വിയോഗത്തിൽ കുവൈത്തിലെ വിവിധ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. സൗദിയിൽ ശക്തമായ ചൂട് തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. UAE-യിൽ നാളെ ചൂട് കുറഞ്ഞേക്കും. ചില മേഖലകളിൽ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. ഇനി പ്രധാന നഗരങ്ങളിലെ താപനില. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 19 രൂപ 82 പൈസ, UAE ദിർഹം 20 രൂപ 24 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 43 പൈസ, ഒമാൻ റിയാൽ 193 രൂപ 34 പൈസ, കുവൈറ്റ് ദിനാർ 247 രൂപ 32 പൈസ, ബഹ്റൈൻ ദിനാർ 197 രൂപ 71 പൈസ.